വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർദ്ദേശിക്കുന്ന 3 മാനദണ്ഡങ്ങളിലൊന്ന് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഏകതാനതയിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുക എന്നതാണ്. കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബൈബിളിൻ്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഐക്യത്തിന് ആധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ്. പ്രസ്തുത പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും യേശുക്രിസ്തു തന്നെയാണ്. അവിടുത്തെ പെസഹായ്ക്ക് ശേഷമാണ് ഹൃദയം തുറക്കപ്പെട്ടത്. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നു, ഹൃദയം എന്ന പദം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു. പീഡാനുഭവത്തിന് മുൻപ് അവിടുത്തെ ഹൃദയം അടഞ്ഞിരുന്നു, കാരണം വിശുദ്ധ ലിഖിതങ്ങൾ അവ്യക്തമായിരുന്നു. എന്നാൽ പീഡാനുഭവത്തിന് ശേഷം അത് തുറക്കപ്പെട്ടു, കാരണം അപ്പോൾ മുതൽ തിരുലിഖിതം ഗ്രഹിച്ചവർ പ്രവചനങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ആലോചിക്കുകയും വിവേചിച്ചറിയുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം തുറന്നപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ കാര്യം സഭയുടെ ജനനമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 766 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിച്ചു. എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപവൽക്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. ഏവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു.